ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പിന്നെ വന്നിരിക്കുകയാണ് വേറൊരു റോബ്ലോക്സ് വീഡിയോ ആയിട്ട്. നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ ഞാൻ ഒറ്റക്ക് മാത്രമുള്ളൂ ഗൈസ്. ഒറ്റക്കാണ് ഗൈസ്, എപ്പോഴും ഒറ്റക്കാണ്. അതിന് എനിക്ക് വിഷമൊന്നുമില്ല. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഞാൻ ഇന്ന് മുടി വെട്ടാൻ വന്നതാണ് ഗൈസ്. അപ്പോഴാണ് ഈ ബാർബർ ചേട്ടന്റെ കണ്ണൊക്കെ തിളങ്ങുന്നതാണ്. അപ്പൊ എനിക്ക് പേടിയായി, കാരണം എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഇവിടെ ആരും ഇല്ല. കണ്ട അവന്മാര് പൂട്ടി വെച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സ്വന്തം ഞാൻ ഉള്ളിലേക്ക് കിടക്കാം. അപ്പൊ ഇനി ഞാൻ ഇവിടെ ഇത് കടക്കണം അല്ലേ? ഇച്ചിരി ടാസ്ക് ഒന്നല്ലേ ഇത്, ഇച്ചിരി സിമ്പിൾ ആണോ? ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഒരു വ്ളോഗ് വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ വേഗം കാണാം. അപ്പോഴത്തേക്കാണ് നമ്മുടെ ബാർബണ ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് കടന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഇവിടെ എന്ത് വേണ്ട, ഒന്നും വേണ്ട, അറിഞ്ഞാ മതി. അയ്യോ പ്ലീസ്, യെസ്. അപ്പൊ നമുക്ക് പറഞ്ഞു തരുന്നിട്ട് ഇവിടെ ചക്കരൊക്കെ ആൾക്കാരെ ഗൈസ്, ആൾക്കാരുള്ളോണ്ടാ. ഇല്ലെങ്കിൽ നമ്മളിവിടെ ഒന്നും ഇരിക്കേണ്ട ആളല്ല. മനസ്സിലായി? എനിക്കത് മനസ്സിലായടാ കുട്ടാ. അപ്പോ നമ്മളിങ്ങനെ നടന്നു പോവുള്ളൂ ഗൈസ്. നമ്മളിങ്ങനെ ഇവര് പറഞ്ഞ ഹെയർ സ്പ്രേ ചെയ്യണമെന്നാണ്. എന്ത് ഹെയർ സ്പ്രേ ചെയ്യണം? കിട്ടോ? ആ സ്പ്രേ നമ്മളെ മേത്ത് കൊള്ളാൻ പാടില്ലെന്നാണ് അവര് പറയുന്നത്. ഓക്കെ, ചിറ്റ്. ഓക്കെ, ഇനി ഇവരെന്താ ബ്യൂട്ടിഫുൾ. ഈ ബാർബർ ഇവിടെ ഗായ്സ്. ഇപ്പൊ നമ്മള് ഞാൻ ഏതുവഴിയാ പോകണ്ടേ? ഓക്കെ, ഈ വഴി. ഓക്കെ, നമ്മള് ആ വഴി ചാടണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ സാധനം വലിക്കും. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ അത് തൊടാണ്ട് നമ്മൾ അങ്ങ് പോകണം. മനസ്സിലായി പോലെയല്ല എനിക്ക് മനസ്സിലായി. ചാടിച്ച. ഓക്കെ, ഇതെന്താ ചെയ്യണ്ട? നമ്മൾ ഈ ലിപ്സ്റ്റിക് എല്ലാം കടന്നു പോണോ? സ്വന്തം ഇത് അടുത്ത സെക്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് സെറ്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും സീസേഴ്സ് മേക്കപ്പ് സെറ്റ് ഒക്കെ വന്നാന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. വേറെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇതിലും ഓരോ ചെക്ക് പോയിന്റ്സ് ആണ്.
നമ്മളിപ്പോ അത് താഴെ വീണിട്ട് തിരിച്ച് ഇവിടെ തന്നെ സ്പോൺ ആവാൻ വേണ്ടിട്ടായിരിക്കും ഇതിങ്ങനെ ചെയ്യണം. സോ ഞാൻ റോബ്ലോക്സിന്റെ വീഡിയോസ് ഇനി ഇടാൻ കാരണം നിങ്ങൾ തന്നെ ഇരിക്കും. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കത് കൂടുതൽ മോട്ടിവേഷൻ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ കൂടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഇത് മറ്റേ സ്ട്രൈറ്റർ അതാണ്, മനസ്സിലായി. സ്ട്രൈറ്ററിന്റെ ഒരു സ്ഥലത്ത് പോലും കൊള്ളാൻ പാടില്ല. ഞാൻ വിചാരിച്ചു ഈ ബ്ലാക്കിൽ കൊണ്ടാ പോകുന്നാണ് ഞാൻ വിചാരിച്ചത്. അവരത് ഡിസൈനിന് വേണ്ടിട്ട് വെച്ചേക്കാണ് ഗൈസ്, ഡിസൈനിന് വേണ്ടിട്ട്. എന്തിരി അല്ല, ഞാൻ എങ്ങനെ ചത്തപ്പോ? ഇപ്പൊ ട്രിക്ക് മനസ്സിലായി മോനെ. നമ്മൾ ഈ സൈഡിൽ കൂടെ ജമ്പ് ചെയ്യുമ്പോ അവിടെ തട്ടില്ല, അതിന്റെ എന്താ റൂഫിൽ തട്ടുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായെന്നാ എനിക്ക് മനസ്സിലായിന്ന് അറിയില്ല. അപ്പൊ ഏത് വഴിയാ പോണ്ടേ? ഈ വഴിയല്ലാതെ പിന്നെ ഏത് വഴിയാ? ഓക്കെ, ഇവിടെ ഏണി ഉണ്ടായിരുന്നു. സോ ഏണി കേറി പോകണം. ചോദിക്കുന്നില്ല, തന്തക്കൂടി കേൾക്കും. ഓ അത് തന്നെയാണ്, കറക്റ്റ് ആണ്, ഞാൻ ചെയ്തത് കറക്റ്റ് ആണ്. അത് ഞാൻ കേറിയത് കറക്റ്റ് തന്നെയായിരുന്നു. പോട്ടെ ബ്രൗണ് എനിക്ക് തോന്നുന്നു. ഓ തിരിച്ചു മഞ്ഞ. അല്ല ഗൈസ്, ഇതേതാണ്? ഏത് നടുക്കത്തെയാണോ? ഐ തിങ്ക് സോ. ഗൈസ്, അണ്ണം പുറകെ വരുന്നുണ്ട് കേട്ടോ, ബാർബറണ്ണേ. കാരണം എല്ലായിടത്തും അയാളെ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ലാസ്റ്റ് മഞ്ഞായിരിക്കണം. ഓക്കെ ചുമയാണ്. ഓക്കെ, സോ ഇനി ഇതെന്താ? ഓക്കെ മനസ്സിലായി. പക്ഷെ ഇതിന്റെ മുകളിൽ എങ്ങനെ ചാടും? ഫുൾ കൺഫ്യൂഷൻ ആവുമോ? ഷിറ്റടാ, നൈസായിട്ട് പതുക്കെ അങ്ങോട്ട് പോവാം. തിരിച്ച് നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ എന്താണ് ഈ സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, എന്താണ് ഇതിന്റെ മേളിൽ കൂടെ ചാടണം? അത് തന്നെയാ. ഇതൊക്കെ എന്ത് സിമ്പിൾ ആയിട്ടാ പോണേ. ഞാനും അങ്ങനെ സിമ്പിൾ ആയിട്ട് പോകും. ഡിങ്ക. ഓക്കെ, ഫൈനൽ അങ്ങനെ നമ്മള് പിന്നെ ഇതായിട്ട് ഇരിക്കുകയാണ്. യെസ്, തിരിച്ചു കയറുക. പൊന്നിതെന്താ? എന്ത് തേങ്ങ? സ്ലൈഡ് ചെയ്യണം ഗായ്സ്. ഇപ്പൊ എന്താ സംഭവിച്ചേ? കഴിഞ്ഞോ?
കഴിഞ്ഞോ? ഓക്കെ എക്സിറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ നേരെ സ്റ്റെപ്പ് കയറി പോകുമ്പോ എങ്ങാനും താഴെ പോയി എന്ത് ചെയ്യും? ആലോചിക്കുമ്പോൾ തന്നെ ഇതാവും. ഗൈസ്, ഇതിനകത്ത് ചെറിയ ബഗ്ഗൊക്കെ ഉള്ളോണ്ടേ സ്റ്റെയർ താഴെ പോവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കയറി പോവാം. മനസ്സിലായില്ലേ? അങ്ങനെ ഇവൻച്വലി അങ്ങനെയാണ് സംഭവിക്കാറ്. എന്റെ കൂട്ടുകാരൻ കളിച്ചിട്ടുള്ള എന്റെ അനുഭവം ആണ് ഗൈസ് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന. എന്തൊരിത്, നമ്മളിങ്ങനെ ഓ ഗൈസ്, ഓക്കെ, ഈ വഴിയാണ് പോണ്ടത്. നമുക്ക് ഇനി എന്താണ്? ഓ, എനിക്ക് മനസ്സിലായി. ഓക്കെ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നുള്ള നമ്മുടെ ഡാവറോളിയുടെ ചൊല്ലുണ്ട്. അതെനിക്കിപ്പോൾ വീഴുമ്പോ മാത്രമേ നമ്മുടെ കാലിങ്ങനെ പിന്നെ നമ്മളിവിടെ ചിരിഞ്ഞെന്ത് ചെയ്യും? അയ്യോ, എന്നെ കട്ട് ചെയ്ത് പീസാക്കി. പക്ഷെ ഇവിടെ നമുക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മളെ ഇയാള് സേവ് ചെയ്ത് നമുക്കില്ലാത്ത താടി വരുത്തിക്കും ഗൈസ്. ഓക്കെ, നേരെ പോ നോട്ടെ പോട്ടെ. ഇവിടെയാണോ? ഇവിടെ എന്താ സംഭവം? എവിടെ? ഇന്ന് താഴത്തോട്ട്, ഇവിടെ താഴത്തോട്ട്. ശരി, എങ്ങനെയാണോ? ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഞാൻ ഇപ്പൊ നിങ്ങക്ക് പറഞ്ഞു തരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കാണിക്കും. അത് ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരുന്നതാണ്, മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ വീഴുന്നല്ല. ദിസ് ഇസ് എക്സാമ്പിൾ ഓഫ് ഹൗ ടു വീഴൽ. ഇങ്ങനെ ഞാൻ കാണിക്കരുതെന്ന് പറയാൻ വരികയാണ്. ഓക്കെ, യെസ്, കണ്ടേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെയാണ്. ഞാൻ പ്രൊഫഷണൽ ആണല്ലേ. പിന്നെ എന്തായാലും അത് കാട്ടി. പിന്നെ എന്ത് ഭാഗ്യത്തിന് അതിന് വലിയ പവറൊന്നും ഇല്ല. ഇത് കഴിച്ച് നമ്മൾ രക്ഷോട്ടില്ലേ?
ഇനി മേലെ ഇവിടെ പോരുത്. വീട്ടിലേക്ക് തിരിച്ചു ഓടത്തെ. ഇനി എന്താണാവോ എന്തോ നോക്കട്ടെ. എന്തോ വീട്ടിലേക്ക് ഓടുകയാണ് ഗൈസ്. ഐസ് പാത്തോ ഇത് എനിക്ക് വീട്ടിൽ പോകണം. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ വീട്ടിൽ പോണതിന് മുമ്പ് ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. സോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.